ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് പോവാണേ. കാശിക്ക് പനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാശിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പാർക്കിൽ പോകണം, ബീച്ചിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബീച്ചിലോട്ടും പാർക്കിലോട്ടും ഒന്നും പോയാൽ ശരിയാവത്തില്ല. വയ്യാന്നുള്ള കാര്യം മറന്നിട്ട് അവൻ അവിടെ ഇവിടെ എല്ലാം ചാടി കയറും എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് അവന് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് എന്തുമായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ സ്മാർട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ചിന്നക്കടയ്ക്ക് പോകാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ സ്മാർട്ടിൽ പോയി സാധനം വച്ചിട്ടെങ്കിൽ തിരിച്ചു പോകാമെന്ന് ഞാനാണേ പറഞ്ഞത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടും, അവന് കാലും കൈയൊക്കെ കഴിക്കുന്നതെന്നൊക്കെ പറയും, ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ പോയില്ല, നേരെ സ്മാർട്ടിലോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇതൊക്കെ കാണിക്കും, ഇച്ചിരി ഒരു എനർജി ആയിട്ടുണ്ട്. മരുന്ന് കൊടുത്ത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നല്ല എനർജി ആയിരിക്കും. അതിൻ്റെ ഒരു ഹാങ് ഓവർ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും മാണ്ടങ്ങ് വീടും കേട്ടോ. അങ്ങനെ ആയിരുന്നേ അവസ്ഥ കാശിയുടെ. എന്നിട്ട് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടതിൻ്റെ അവിടെയൊക്കെ പോയതിൻ്റെ എല്ലാം സന്തോഷത്തിൽ ഇങ്ങനെ ചാടി ചാടി നിൽക്കും. അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിടത്ത് ചുരുണ്ടുകൂടി ഇരിക്കുന്നവനാണേ. അപ്പോൾ നമ്മൾ ഈ മാസം സാധനമൊന്നും വാങ്ങിക്കാൻ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, മഴയൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ആവശ്യമുള്ളതെല്ലാം പറക്കി എടുക്കുക. ശ്രീമോനെ ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു ബോളും കൊടുത്ത് അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ നോക്കി, അതിനൊക്കെ എല്ലാം ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു. പിന്നെ വിളഞ്ഞത് നോക്കി പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ പെൻസിൽ നോക്കിയാണ്. ഞാൻ കാശിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ പെൻസിലൊക്കെ ഒരുപാട് പെൻസിൽ വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബോക്സ് പെൻസിൽ വാങ്ങിച്ചതാണ്. അത് മോനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്സരയുടെ പെൻസിലേ ഉള്ളൂ കൊള്ളാവുന്നത്, അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നിന്നപ്പോൾ കാശിയാണെങ്കിൽ ഓരോന്നും പുതിയത് കാണിച്ചു തരും. എനിക്ക് അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കരയുവാണേ. അതൊക്കെ ആ ഷോ മാത്രമേ ഉള്ളൂ, സാധനം കൊള്ളത്തില്ല. അതുകൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണ് ഞാൻ എടുത്ത് കൊടുക്കാത്തത് കൊണ്ട്. പിന്നെ ഞാൻ വന്ന് പാൽപ്പൊടി നോക്കിയതാണ്. പാൽപ്പൊടി ഒരു ചെറിയ പാക്കറ്റ് ഞാൻ എടുത്തിട്ട് ചുമ്മാ എനിക്ക് നക്കി തിന്നാണ്. പാലും ചായക്കകത്തിലൊന്നും ഇടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ചുമ്മാ ഞാൻ കയ്യിലിട്ട് നക്കി തിന്നും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചസാര നോക്കുകയാണ്. നമ്മളിപ്പോൾ വാങ്ങിച്ചാൽ 5 കിലോയാണ് വാങ്ങിക്കുന്നത്. ഈ മാസം ഒരുപാട് ചിലവുണ്ടായിരുന്നു പഞ്ചസാരയ്ക്ക്. ഇവിടെ പണിക്കാരുള്ളത് കൊണ്ട് തന്നെ വെള്ളം കലക്കി എനിക്ക് പഞ്ചസാര 5 കിലോയും പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ടാങ്ക് തപ്പി നടക്കുന്ന നടത്തമാണ് കേട്ടോ ഇത്. ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കിയിട്ടൊന്നും ടാങ്ക് കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2 സോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയും, ഏട്ടാ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തില്ല, വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചൊന്നും അറിയത്തില്ലെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ലേസ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ശ്രീമോൻ ഒരു ബ്രഷ് വാങ്ങിക്കാൻ പോയതാണ്. ആകെ 4 പല്ലേ ഉള്ളെങ്കിലും ഈ ഒരു 4 പല്ലിനിടയ്ക്ക് ഒരു 7 ബ്രഷെങ്കിലും ശ്രീമോന് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. വാങ്ങിച്ചുകൊണ്ടങ്ങ് നശിപ്പിച്ച് കളയാം കേട്ടോ. മണ്ണിലൊക്കെ കൊണ്ടിട്ട് ഉരയ്ക്കും, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലല്ലോ. അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസൊക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മളിങ്ങനെ പുറത്തോട്ടിങ്ങ് പോരുവാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. കാശിയെ പറ്റിച്ച് നടത്തിയ ഷോപ്പിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്